എന്തൊക്കെ പറഞ്ഞാലേ ഈ കുടുംബശ്രീയൊക്കെ തുടങ്ങിയതിന് ശേഷം പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ 10 കാശായിട്ടോ അല്ലേ? ആവശ്യം പോലെ ലോണൊക്കെ എടുക്കാലോ. കയ്യിൽ കിട്ടണ പോലെ തിരിച്ചടച്ചാ മതിയല്ലോ. 1 ലക്ഷം 1.5 ലക്ഷം ലോൺ കിട്ടും. പിന്നെ എടുത്തിട്ടല്ലേ അപ്പുറത്തെ സെബാസ്റ്റ്യൻ മോൻ ഗൾഫിന് പലിശ കൊടുത്തേ. പലിശ വെച്ച് മാസാവരി അടയ്ക്കും. നമ്മുടെ ആൾക്കൂടത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും. എടുത്തിട്ട് പലിശക്ക് കൊടുക്കും. നമ്മൾ പലിശക്കൊന്നും കൊടുക്കാറില്ല. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. നമ്മൾ എവിടെയാ പലിശക്ക് കൊടുക്കണേ? നമ്മളെ ഉള്ളു കൊടുക്കാത്തത്, ബാക്കി എല്ലാരും കൊടുക്കുന്നുണ്ട്. കൊടുക്കണവരുണ്ടാവും. ഞാൻ എന്തായാലും ആ പരിപാടി ചെയ്തിട്ടില്ല. 1 ലക്ഷം എടുത്തിട്ട് ക്ലീറ്റോനെ കൊടുക്ക് പലിശക്ക്. പലിശക്ക് എന്തിനല്ല, അത് തന്നെ ചേച്ചി കൊടുക്കണുണ്ടല്ലോ. കൊടുത്തില്ലെങ്കിൽ എടുത്തിട്ട് പോവും. അതാണ് മുതല്. അല്ല ഇജ്ജല്ലേ എപ്പോഴും എന്റെ കുടുംബശ്രീയുടെ സെക്രട്ടറി അല്ലേ? എപ്പോ വന്നാലും ചോദിക്കും നീയല്ലേ സെക്രട്ടറി, നീയല്ലേ സെക്രട്ടറി. അമ്മാവന്റെ മനസ്സിൽ ഇപ്പോഴും ചേച്ചിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുറെ കാലമായി. ഞാൻ തന്നെയാ ഇപ്പോഴും. ഒരു കാര്യം ഞാൻ പറയാം. ഈ കുടുംബശ്രീ ഒക്കെ ഒരു കച്ചവടത്തിന് ഇറങ്ങുമ്പോ പരിചയമുള്ള കച്ചവടങ്ങൾക്ക് ഇറങ്ങും. ഇപ്പൊ ഞാനേ ആ മേനോന്റെ അവിടുത്തെ കല്യാണത്തിന് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോടാ 800 പേർക്കുള്ള സദ്യ ഉള്ളൂ. ഈ സദ്യ വിളമ്പണമൊക്കെ ആരറിയോ? കുടുംബശ്രീയിലെ സ്ത്രീകള്, വനിതകള്. ഇതിപ്പോ 500 രൂപ വെച്ചുണ്ടോ ഒരാൾക്ക് ഇപ്പൊ എല്ലായിടത്തും? എടി ഇത് വിളമ്പല് മാത്രല്ലെന്ന്. ഞാൻ പാചകപ്പുരയിൽ അങ്ങോട്ട് കയറി നോക്കിയപ്പോഴേ 700 പേർക്കുള്ള സദ്യ വെക്കണ സ്ത്രീകളാണ്. പിന്നെ എന്തോരം കുടുംബശ്രീയുടെ ഹോട്ടലുകളുണ്ട്. അതിപ്പോ എപ്പോഴാ കാണണേ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഒരേപോലത്തെ യൂണിഫോം ഇട്ടിട്ട് ഒരു 5-8 സ്ത്രീകൾ വിളമ്പാനും. ഇത് നീയൊക്കെ നന്നായി പാചകം ചെയ്യലോ. ഒരു 10-800 പേർക്ക് എങ്ങനെ പാചകം ചെയ്യണമെന്ന് പഠിച്ചിട്ട് പാചകം കൂടി അങ്ങോട്ട് ഏറ്റെടുത്തോ. നല്ല നേട്ടം വിടുവോ എന്നെ? ഇവിടുന്ന് നേട്ടം വിടുവോ? നീ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു അവളെ ആയിക്കോളും. അത് കൊള്ളാം. പുതിയൊരു അവതാരം അറിയില്ല, കണ്ടിട്ടില്ലല്ലോ. സാറില്ലേ ഇവിടെ? ഏത് സാറാ ഉദ്ദേശിച്ച? ക്ലീറ്റോ സാറാണോ കനകൻ സാറാണോ? കനക സാറ്. കനകനെ ലീവില എന്തോ കാര്യത്തിന് പുറത്തേക്ക് അങ്ങോട്ട് പോയിരിക്ക. എന്തേ? കനകൻ സാറെ കണ്ട് അത്യാവശ്യമായിരുന്നു. അത് എപ്പോഴാ വരാന്ന് പറഞ്ഞിട്ടില്ല. വിളിച്ചോക്കണോ? പ്രശ്നം എന്താന്ന് മാമന്റെ അടുത്ത് പറഞ്ഞാ മാമൻ പരിഹരിച്ചു തരും. മാമനാണോ? ഞാനൊരു ജോത്സ്യനാ. ജോത്സ്യനാണ്? അല്ല ഈ മറ്റേ കനകന് ഈ ജോത്സ്യത്തിലൊന്നും വലിയ വിശ്വാസമില്ലല്ലോ. പിന്നെ എന്താ ഇപ്പൊ കനകനായിട്ട് ബന്ധം? സാറുമായിട്ടൊരു പ്രശ്നമുണ്ട്. വേറെന്തോ കേസിന്റെ പ്രശ്നം പരിഹരിക്കാൻ വന്ന കനകൻ എപ്പോഴാ വരികയെന്ന് അറിയില്ല. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കാം. നിങ്ങൾ കയറിയിരിക്കൂ. വരും. ഞാനിവിടെ അതൊന്നും വേണ്ട, കയറി. അതെ, ജോത്സ്യനല്ലേ? എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇരിക്കൂ ഇരിക്കൂ. ഇനി അത് അങ്ങോട്ട് വേണ്ട. ഞാൻ വരുമ്പോ തിരിച്ചു തരുമോ? ചെല്ല്. വീടെവിടെയാ? നാട് ഞാൻ ശരിക്ക് വടക്കാന്ന്. വീട് ബെഞ്ഞാറമോട് താമസിക്കുന്നു. ഇവിടെ ജോത്സ്യൊക്കെ ഉണ്ടോ? ഉണ്ട്. തമ്പാനൂര് ഒരു റൂം എടുത്തിട്ടുണ്ട്. അതെ. ആഴ്ചയിൽ ഒരു 3 ദിവസം അവിടെയും ആഴ്ചയിൽ ഒരു 3 ദിവസം ബെഞ്ഞാറമോട് നോക്കുന്നുണ്ട്. അതെ, ജീവിച്ചു പോന്നെ. എന്തൊക്കെ നോക്കും? എങ്ങനെയൊക്കെ നോക്കും? അയ്യോ, പക്ഷിശാസ്ത്രം, വെറ്റില, കമ്പ്യൂട്ടർ ശാസ്ത്രം, ഇതൊക്കെ ഞാൻ നോക്കും. അതല്ലേ എന്റെ പണി. ഈ മുഖലക്ഷണം നോക്കി പറയാനറിയോ? പിന്നെ അത് തന്നെയാണ് എന്റെ ഒറിജിനൽ പണി. ആണോ? ജോത്സ്യരെ, ദേ ഇതെന്റെ മോളാ. ഇവളുടെ കല്യാണം ജോലി എപ്പോ കിട്ടും അതൊക്കെ ഒന്ന് നോക്കാവോ? പിന്നെ മുഖം കാണിക്കൂ. 23-ാം വയസ്സില് ജോലിക്ക് സാധ്യതയുണ്ട്. ജോലി കിട്ടുന്നതിന് 6 മാസം മുമ്പേ വിവാഹത്തിനും സാധ്യത കാണുന്നുണ്ട്. ആണോ? ഇവളുടെ കല്യാണമേ ഇവള് പ്രേമിച്ചായിരിക്കോ കിട്ടണേ? അതും തന്നെ നമ്മൾ ആലോചിച്ച് കെട്ടണമായിരിക്കോ? അച്ഛനമ്മയും പ്രണയിച്ചാണ് കല്യാണം കഴിച്ചിരുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കുട്ടിക്ക് തള്ളിക്കളയാൻ പറ്റൂല. ഒന്ന് ഭാവി അറിഞ്ഞിട്ട് പോവാം. ബാ. എന്റെ ഭാവിയൊക്കെ 10-20 കൊല്ലം മുമ്പേ പോയില്ലേ. ഇനി എന്താ ജോത്സ്യനെ വിറ്റു ചേട്ടാ, ഏട്ടനെ കാണാൻ വേണ്ടി വന്നതാ. മച്ചം ഇങ്ങോട്ടിരിക്കും. ജോത്സ്യനാടാ ചോദിച്ച്. ശരി. മുഖലക്ഷണമൊക്കെ പറയുന്ന എവിടെ സ്ഥലം? എവിടെ?
ഞാനങ്ങ് വടക്ക. ആ വടക്ക വിടക്കല്ല, വടക്ക്. വടക്ക്. ഇപ്പോഴും വെഞ്ഞാറമൂടാ താമസം. ഓ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇപ്പൊ ഇവിടെ വന്നു. അതെ. ജ്യോതിഷം അതെ, ജ്യോത്സന പറയോ? മുഖലക്ഷണമൊക്കെ പറയുന്ന മോഹലക്ഷണമൊക്കെ പറയും. 23-ാമത്തെ വയസ്സിൽ കല്യാണം നടക്കുന്നു. ആര് പറയുന്നു? അല്ല, കല്യാണം അല്ല, ജോലി കിട്ടും. അതിന് 6 മാസം മുമ്പ് കല്യാണം നടക്കും. അത് വേണ്ട, ജോലി കിട്ടിയൊന്ന് സെറ്റിൽ ആയിട്ടാൽ മതി. ജോലി കിട്ടുമല്ലേ കൊച്ചിന്? പൊതുപ്രവർത്തകനാണല്ലേ? അതില് ഭയങ്കര ഉയർച്ചയുണ്ടാവും. കോർപ്പറേഷൻ ചെയർമാൻ അടക്കം പിന്നെ MLA അടക്കമാകാനുള്ള സാധ്യതയുണ്ട്. ആള് ഭയങ്കരനാകും. പിന്നെന്താണ്, കുടുംബം അങ്ങനെ കയറി 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 പോവും. കാശുണ്ടാകും, കാറുണ്ടാകും, ബംഗ്ലാവ് ഉണ്ടാകും, വീടുകളും ഒക്കെ ഉണ്ടാകും. മുഖത്തുണ്ടല്ലേ ഇത്? ആ മുഖത്തിതാ എഴുതി വെച്ചിട്ടുണ്ട്. ജോത്സരെ, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഒരാളും കൂടി വരുമ്പോ ഒന്നുകൂടെ ഒന്ന് പറയണം കേട്ടോ. അതിനെന്താ? റൊണാൾഡോ ചോദിക്കും. നിന്റെ ഭാവി അറിയണമെന്ന് പറഞ്ഞില്ലേ? എൻ്റെ ഭാവിയെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ എനിക്ക് ഭൂതത്തിനെ കുറിച്ചൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ഭൂതം? ഭൂതകാലമേ. എൻ്റെ ഭൂതകാലത്ത് ഞാൻ ആരോടെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ഒന്ന് നോക്കിയപ്പോ അതൊക്കെ ചെയ്തേക്കാം. എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവേണ്ട ആളല്ല. ഭൂതകാലവും പറയും. അത് നോക്കൂ. കഴിഞ്ഞ ജന്മത്തിൽ നെടുത്തൂർ രാജാവിൻ്റെ അനന്തിരവനായിരുന്നു. കൊട്ടാരം വിദൂഷകനുമായിരുന്നു. നൃത്തത്തിലും സംഗീതത്തിലും അഗ്രഗണ്യനായിരുന്നു. പെൺകുട്ടികളുടെ ആരാധന കഥാപാത്രവുമായിരുന്നു. അതിൻ്റെ അഹങ്കാരവും നിങ്ങൾക്കുണ്ടായിരുന്നു. രാജാവിൻ്റെ മകളുടെ വിവാഹാലോചന മുടങ്ങിയതിനാൽ ഇയാളെ രാജാവ് നാട് കടത്തുകയായിരുന്നു. അയ്യോ, എങ്ങോട്ട്? അടുത്ത രാജ്യമായ കടലവിള രാജ്യത്തേക്ക്. ശത്രു സൈന്യത്തിന്റെ കയ്യിൽ പെടുകയും അവർ ഇയാളെ തലവെട്ടുകയും ചെയ്തു. അയ്യോ, അന്ന് ആ കല്യാണത്തിനൊക്കെ സമ്മതിച്ചു കൊടുത്താൽ രാജകുമാരനായിട്ട് അവിടെ താമസിക്കായിരുന്നു. ഏത് നേരത്താണോ നിരസിക്കാൻ തോന്നി. ജോത്സരെ, എന്തായാലും അവന്റെ തലവെട്ടി അവന്റെ കഥ കഴിഞ്ഞു. ഇനി എന്റെ ഭൂതം കൂടി ഒന്ന് പറയോ? അല്ല, അനക്കിപ്പോ ഇതിലൊക്കെ വിശ്വാസം ഉണ്ട്. അവ ഭൂതമല്ലേ, കേൾക്കാൻ രസമുണ്ടല്ലോ, പറയട്ടെ. അതെന്നറിയാലോ. നിങ്ങളൊരു സദ്ഗുണസമ്പന്നനായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നാട്ടിലെ പെൺകുട്ടികളൊക്കെ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരെയും കല്യാണം കഴിച്ചില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ സ്നേഹിച്ചു കല്യാണം കഴിച്ചു. പക്ഷേ അവളുടെ ആളൊരു ക്രൂരനായിരുന്നു. ഒരു നാൾ ചെറിയ കാര്യത്തിൽ അയാൾ നിങ്ങളെ കുളത്തിൽ മുക്കി കൊന്നു. ആ അളിയൻ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അല്ലേ, ഈ പുഞ്ചന്മൊക്കെ ശരിക്കും ഉണ്ടല്ലേ? പിന്നെ ജോത്സരെ, അവരുടെ എല്ലാം കഴിഞ്ഞല്ലോ. എന്റെ ചേട്ടന്റെ ഭൂതകാലം ഒന്ന് പറയാവോ? അങ്ങോട്ട് മുഖം കാണിക്കേ. നിങ്ങളൊരു പെണ്ണുമായി അഗാധ പ്രണയത്തിലായിരുന്നു. നിങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞതനുസരിച്ച്
രാത്രിയിൽ അവൾ പെട്ടിയുമായി റോഡരികിൽ നിങ്ങളെ കാത്തു നിന്നു. പക്ഷേ നിങ്ങൾക്ക് അവളെ കാണണമെങ്കിൽ ഒരു പുഴ കടന്ന് പോകണമായിരുന്നു. രാത്രി ആയതുകൊണ്ട് അവിടെ തോണിക്കാരൻ ഉണ്ടായില്ല. നിങ്ങൾ തന്നെ തോണിയെടുത്ത് അക്കരെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകുന്ന വഴിയിലെ നടുക്ക് വെച്ച് തോണി മുങ്ങി നിങ്ങൾ മരിച്ചു. പെണ്ണിന്റെ അടുത്ത് എത്താൻ പറ്റിയില്ല. എവിടെ? എന്നിട്ട് അപ്പോ ഈ കാത്തുന്ന കുട്ടിയ അവള് നിങ്ങൾ ചതിച്ചതാന്ന് പറഞ്ഞ് അവള് തിരിച്ചു പോയില്ലേ? എന്നല്ലേ ഞാൻ മുങ്ങി മരിച്ചല്ലോ, എന്റെ ബോഡി പൊന്തിയോ? അതും കിട്ടിയില്ല. അതല്ലേ രസം. ചെളിയില് പൂണ്ടുപോയി കാണും. എവിടെ മീൻ തന്നെ കൊത്തു തിന്നു കാണും. പിന്നെ അല്ല, മുൻജന്മത്തിൽ എന്നെ പ്രേമിച്ച കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ പേരറിയാൻ പറ്റും? ശാന്തകുമാരി. ശാന്തകുമാരി. അല്ലടി, അത് മുൻജന്മത്തിലാ. കാര്യം ഉണ്ടായിരുന്നു. അമ്മാവി എന്നെ വടി കൊടുത്ത് അടി വാങ്ങിച്ചു. ആ, എന്നെ കഴിഞ്ഞ ജന്മത്തിൽ മുക്കിക്കൊന്ന അളി എന്തോ വരുന്നുണ്ട്. എന്ത് ചുമ്മാ എല്ലാരും ഉണ്ടല്ലോ. എവിടെ സാറിനെ കാണാൻ. എന്തിന്? എന്റെ കവടി. കബഡി പറഞ്ഞ വിട്ടല്ലേ? പിന്നെ ആരാ വീട്ടിൽ കയറ്റിയത്? നീനടാ? അല്ല, ജോത്സ്യനാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞപ്പോ. ജോത്സ്യൻ പറഞ്ഞ് കബഡിയും കൊണ്ട് നടക്കും. കയ്യിൽ കഞ്ചാവുള്ളത് എടുത്ത് അകത്ത് വെച്ചിരുന്നു കുറച്ച് ദിവസം. സാധനം പിടിച്ച് അവിടെ ഇരിക്കുക. എന്താ വേണ്ടേ? ഇവിടെ എല്ലാവരുടെയും ഭാവിയൊക്കെ പറയായിരുന്നു. ആരാ വിളിച്ചു വരുത്തിയവനെ അവിടെ? അല്ല, അവ അന്വേഷിച്ച് വന്നതാ. ഏട്ടനെ കാണണമെന്നും പറഞ്ഞു വന്നതാ. നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? അല്ല, നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണത്? ഞാൻ പക്ക ഫ്രോഡെന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? അല്ലടാ, ഫ്രോഡാണെങ്കിലും ജോത്സ്യനാണ്, പറയണ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇതിപ്പോ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലാത്ത കാര്യമല്ല. ഇനിയിപ്പോ എന്തിനാ നടന്ന് ചാട്ടണത്? വിളിച്ചു കയറ്റുമാരൊക്കെ. പക്ഷേ പുള്ളി പറഞ്ഞതിൽ കുറെ കാര്യങ്ങൾ ശരിയാണ്. എന്റെ കാര്യമൊക്കെ പറഞ്ഞ കറക്റ്റാണ്. എന്താ പറഞ്ഞത്? പറഞ്ഞതിനിപ്പം കാണാൻ പോണ പോലും ഇനി പറഞ്ഞറിയിക്കണോ? ഭാവി കാണാം. കാണാനുള്ള കാര്യത്തില്ല. അവനെ ഒന്നുകൂടെ പിടിച്ച് അങ്ങ് തരും. അത്ര തന്നെ. വായി നോക്കി. ഇത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഇതൊക്കെ പൊട്ടത്തരങ്ങളാടാ. അപ്പൊ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലാത്ത കാര്യമില്ല. ഇനി എന്തിനാ നടന്ന് പൈസ ചാട്ടണം? കൊടുത്തില്ലല്ലോ. ആ ചുമ്മാ പോലീസുകാരെ കണ്ണി കാണുന്നവരെല്ലാം ക്രിമിനലാണ്. ഒരു നാളെ നിന്നെയും ക്രിമിനലായിട്ട് പറയും. എന്ത് എന്താ മാമ? മനസ്സിനെ ഒരു സുഖമില്ല. സുഖല്ലേ? സെറ്റാക്കാം. ഒരു 500 രൂപ വിവരം ഇപ്പോൾ ഒരു അര എടുത്തോണ്ട് ഒരു ബീഫ് ഫ്രൈ വാഴത്തടത്തിൽ പോയി അടിക്കുന്ന ചില്ലാവുന്നു. ഓടാർന്ന് അതല്ല, എന്താ? അവളെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിനൊരു വിഷമം. മാമി അതൊക്കെ വിട്ട് കാണും. അന്നേരം കേട്ടപ്പോൾ ഒരു ചെറിയൊരു വൈ ക്ലബ്ബിൽ മാത്രമേ ഉള്ളൂ. ഒരു വേറെ ചോറ് മീൻകറി കഴിച്ചാണ്ട് അവിടെ ഇങ്ങനെ മത്ത് പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അവളല്ലടാ. പിന്നെ എടാ, ജോത്സ്യം പറഞ്ഞില്ലേ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ശാന്തകുമാരി. ശാന്തകുമാരിയെ എന്റെ പൊന്നു മാമാങ്കൾ അത് ഇതുവരെ വിട്ടില്ലേ? അങ്ങേര് വന്നൊരു ബെടായി കഥ പറഞ്ഞെങ്കിൽ ഇപ്പോഴും ആലോചിച്ചിട്ടിരിക്കുക. കഥ പറ്റപ്പോ ഇങ്ങടെ മുമ്പ് വെച്ചല്ലേ പറഞ്ഞ അവൻ പൂല കൂടായിപ്പാണെന്ന്. അവൻ എന്താ കള്ളക്കഥ പറഞ്ഞെന്ന് പറഞ്ഞ് ശാന്തകുമാരി ആലോചിച്ചാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നത്. അയ്യേ, അല്ലടാ, അവള് ഒളിച്ചോടി പോകാൻ വേണ്ടി എന്നെയും കാത്ത് അവിടെ നിൽക്കല്ലേ. മാമനെ കാത്ത് അവിടെ നിന്നു.
മാമൻ രാവിലെ വരെ അവിടെ ചെല്ലാത്തതുകൊണ്ട് മാമൻ തേച്ചത് മനസ്സിലാക്കി കുറച്ച് നേരം അവിടെ ഇന്ന് കരഞ്ഞു. അതിനുശേഷം അവളെ അവിടെ വീട്ടുകാർ വന്ന് വീട്ടിൽ കൊണ്ടുപോയി. ഒരു വർഷം കഴിഞ്ഞ് നല്ല ഒന്നാന്തരം ഒരുത്തനെ കണ്ടുകെട്ടി കല്യാണം കഴിപ്പിച്ച് പെറ്റ് പെരുകി അവരവരെ ആത്മാഹുതി ചെയ്തവർ ഇവിടെ ആലോചിച്ചിട്ടിരിക്കുക. ശാന്തകുമാരിയാ? ആ അല്ലടാ, എൻ്റെ ബോഡി പൊന്തിണ്ടാവോ? ബോഡി പൊന്തിയിട്ട് എന്ത് കാര്യം? നദിയിൽ വീണ ബോഡി, മീനുകൾ അപ്പോഴേ വന്ന് അതിനെ കച്ചിപ്പറിച്ച് തിന്നെ. അഥവാ ആ ബോഡി കിട്ടിയത് തന്നെ മറ്റേ ഈ സിനിമയ്ക്കകത്ത് വിക്രത്തിന് പോയിട്ട് എന്തൊരു രൂപം. പാവം എൻ്റെ ശാന്തകുമാരി ആ ബോഡി കാണാഞ്ഞാൽ മതിയാണ്. കണ്ടിട്ട് എന്ത് കാര്യം? അവൾക്കത് താങ്ങാൻ പറ്റില്ല. ആർക്ക്? എൻ്റെ ശാന്തകുമാരി. വിട്. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ആഹാ കൊണ്ടുവാ. അയ്യയ്യേ, ഇതെന്തരിത്? ആ ഫ്രാഡ് ജോത്സ്യൻ എന്തൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് ഓർത്തിട്ട് മുഖം മുറിപ്പിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അവളുടെ പേര് ചോദിച്ചെന്തിനാ നിങ്ങള്? അത് എടി, അത് ഞാൻ അയാളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞല്ലേ. അങ്ങനൊന്നും അല്ല. എങ്ങനെയൊന്നല്ല, നീ കടത്താ ഈ പെണ്ണിന്റെ ഒരു കാര്യം. നീ എന്താ കുടിക്കാൻ? നിങ്ങളോട് പോയതാ? ഞാനകത്തേക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ. എല്ലാം മനസ്സിലാവുന്നുണ്ട്. ചേട്ടാ, ചേച്ചി, ഇവിടെ ആരുമില്ലേ? എന്നാ ചേച്ചി, ഞാനാണെങ്കിലേ ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് ചേച്ചി. ഒന്ന് നോക്കൂ ചേച്ചി. അയ്യോ, ഒന്നും വേണ്ട മോളെ. ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ ശരിയായിരിക്കും. എന്റെ വീട് ഇവിടെ അല്ല, അതാ. ലില്ലിയേ, ഇവിടെ വേറെ ആളുണ്ട്, ഞാൻ പറയാം. ഇങ്ങോന്നേടി. ആരാ? ദേ ഒരു പെണ്ണ്. ചേച്ചി, വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് ചേച്ചി. ഫ്ലോർ ക്ലീനർ, കട്ടിംഗ് ബോർഡ് എല്ലാം. ഒന്ന് നോക്ക് ചേച്ചി. വേണ്ട, എല്ലാം ഇരിപ്പുണ്ട്. എങ്കിലും നോക്കുന്നതിന് നിങ്ങൾ കാശൊന്നും ഇതേപോലെ വന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരാറുണ്ട്. ആ, സാരമില്ല. എങ്കിലും ഒന്ന് നോക്കുന്നോണ്ട് കാശൊന്നും തരണ്ട. ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു സാധനം കാണും ചേച്ചി. ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ നോക്കുന്നു പറയും, എന്തെങ്കിലും എടുപ്പിക്കുകയും ചെയ്യും. തിരിച്ചു വെച്ചോ? ഇതൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ നല്ല നല്ല സാധനങ്ങളാണ് ചേച്ചി. ഒന്നും വേണ്ട, അതെ അതെ, ഇതിനകത്തിട്ട് എടുത്ത് വെച്ചോ. ഇതൊക്കെ നല്ല സാധനങ്ങളാണ് ചേച്ചി, നല്ല സാധനങ്ങൾ. പക്ഷെ ഇത് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. എങ്കിലും ഒന്ന് ചേച്ചി. ഉണ്ട്, ഞാൻ അവിടെ എല്ലാം ഉണ്ട്. പല സാധനങ്ങളുണ്ട്. ഇതൊക്കെയുണ്ട്. കാസറോള്. കാസറോള് എത്ര പൊട്ടിക്കാതിരിക്കുന്നു. കുഞ്ഞു കാസറോളുണ്ട്. നോക്ക് ചേച്ചി, ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗപ്പെടുകയും ചേച്ചി. എല്ലാം നല്ല സാധനങ്ങളാ. എന്താ സാറേ, ഇത് ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറ സാറേ. ഞാൻ ഇത്രയും വെയിലും കൊണ്ട് നടന്നു വന്നല്ലേ. വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല നീ കൊച്ച്. ഏതെങ്കിലും ഒരെണ്ണം. ആഴ്ച ഓരോരുത്തർ വരും, അമ്മമാരോടൊക്കെ വാങ്ങിക്കാറുള്ളതാണ്. എന്താണ് ഇത്? ഒരു പാവം കുട്ടി അത് ഈ വെയിലും കൊണ്ടിട്ട് സാധനമായിട്ട് വന്നു കഴിയുമ്പോ ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാലും എന്തേലും ഒന്ന് മേടിക്കുക, അതാ കുട്ടിക്ക് ഒരു ഗുണമായി വരില്ലേ? എനിക്കൊന്നും വേണ്ട. ഈ കുട്ടികൾ കുടുംബം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴിലായിട്ട് ഇറങ്ങിയേക്കല്ലേ. അപ്പം നിങ്ങളെപ്പോലെ ഒരു കുട്ടി ഈ സാധനമായിട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ സഹകരിച്ചാലല്ലേ ആ കുട്ടിയുടെ കുടുംബം ജീവിക്കുള്ളൂ. അപ്പം അതിന് ഏതെങ്കിലും ഒരു സാധനം മേടിച്ചൂടെ? അമ്മാവ് അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെ ഓരോരുത്തർ വരുമ്പോഴും വാങ്ങിക്കുന്നത്. എവിടെ മേടിക്കണേ? അപ്പം എന്നാ കുട്ടിയോട് സ്നേഹം ഒരു സാധനം മേടിച്ചു വെക്കി, എന്നിട്ട് ഇത് കഴിയുമ്പോൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ സാധനം
ഇവിടെ ഉണ്ടോ? ഇത് ഇവിടെ ഉണ്ട്. ഉണ്ടെങ്കിൽ അത് തീരുമല്ലോ. തീർന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. അപ്പൊ ആ കുട്ടിക്ക് ഒരു ഉപകാരമില്ലേ? എന്നാ അത് വേണ്ട. നീ മോറ് കൊടുത്തിരുന്നടി. അത് നീ കൈപ്പിടി. ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടേക്കോളാം. അവളുടെ മുഖം ഏത് നേരത്ത് ഇങ്ങനെ ആയിരിക്കും. ഇത് പിടിക്കും. അത് ഞാൻ പഠിച്ചോ. അന്ന് ഇത് ഞാൻ എടുത്തോളാം. അന്ന് അതേമാതിരി ഓരോ സാധനങ്ങൾ എടുക്കുക. എനിക്കൊന്നും വേണ്ട. എന്നാ അവൾക്ക് വേണ്ട. അന്ന് എനിക്ക് ഇത് മതി. ഫ്ലോർ ക്ലീനർ വില കുറഞ്ഞത്. ഇത് നിലം തുടക്കണതാണ്. ഇതൊരെണ്ണം ഇത് നീ എനിക്കിട്ടോ. ഞാൻ പോകുമ്പോൾ കൊണ്ടുവരും. ഇത് ഞാൻ എടുത്തോളാം. അമ്മാവനല്ലേ പൈസ കൊടുക്കുന്നത്, അപ്പൊ ഇതെനിക്ക്. പൈസ ഇപ്പൊ വേണം ഞാൻ കൊടുക്കാം. പക്ഷെ ഇത് ഓരോരുത്തർ എടുത്തതിന്റെ കണക്ക് ഞാൻ ചോദിക്കുമ്പോ എനിക്ക് കുറേശ്ശെ തരേണ്ടി വരും. അമ്മാവൻ കൊടുക്കണമെങ്കിൽ ഇത് ഞാൻ എടുത്തോളാം. അതെ, ഒരു കാര്യം, ഇതിന്റെ ഒക്കെ ബില്ല് നിങ്ങൾ തരേണ്ടി വരും. ഇപ്പൊ ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ കണക്ക് പറയുമ്പോ ഇങ്ങോട്ട് തരണം കേട്ടോ. അതൊക്കെ പിന്നെ തരാം. അന്ന് ഇത് ഒരു ഗ്യാസ്. അങ്ങനെ എടുക്കുക. അപ്പൊ ആ കുട്ടിക്ക് അതൊരു ഗുണമായില്ലേ? ഇപ്പൊ രണ്ടെണ്ണം എനിക്ക്. അപ്പൊ ഇതൊരെണ്ണം തന്നെ. എടി മോറെടുത്തിരിക്കണ്ട. അനക്ക് എന്തെങ്കിലും വേണോ? നീ പേടിക്കണ്ട. അതും കൂടി ഇങ്ങ് തന്നേരെ. അത് വെച്ചോ. അത് ഞാൻ പോകുമ്പോ കൊണ്ടേക്കോളാം. അമ്മാവൻ എന്തിനാ വീട്ടില്? ഇത് അമ്മാന് തന്നൂടെ അമ്മാവൻ? പിന്നെ നമുക്കിപ്പോ മൂന്ന് ഇത് സോപ്പാ. സോപ്പൊക്കെ ഏത് കാലത്ത് എപ്പോഴായാലും ഉപയോഗിക്കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടേക്കോളാം. ഇപ്പൊ സന്തോഷായില്ലേ? അതിന്റെ കണക്ക് എത്രയാന്ന് പറഞ്ഞ മോളെ? ഇത് 200, ഇത് 430, മൊത്തത്തില് ഒരു 1630, 1600 തന്നാ മതി. 1630? ആ, അതില് 1600 മതി. 1600. അതൊന്നും വേണ്ട. നീ കഷ്ടപ്പെട്ടിട്ട് ഗൂഗിൾ പേ കച്ചവടം ഗൂഗിൾ പേ ഉണ്ട്. അല്ലേ? 1630 തന്നെ തരാട്ടാ. ഓ, ഒരു സാധനം വാങ്ങിക്കാൻ വന്നിട്ട് ഇപ്പൊ എല്ലാം പോയി. എന്റെ അമ്മോ. ആ വന്നു. സോപ്പ് അപ്പൊ എനിക്ക് ശരി തന്നെ. ട്ടോ. ശരി, വളരെ സന്തോഷം. ശരി. അല്ല, മോളുടെ വീട് എവിടെയാ? കൊട്ടാരക്കര എവിടെ? മൈലത്ത്. ആ, മൈലത്ത്. അതാണ്. എവിടെയോ നല്ല കണ്ടു പരിചയണ്ടേ. അവിടെ ആരാ നിങ്ങക്ക് പരിചയം? അവിടെ നമ്മുടെ ഫൽഗുണ സാറില്ലേ? ഏത് ഫൽഗുണ സാറ്? കൃഷി ഓഫീസർ ഫൽഗുണ സാറിന്റെ മകളുടെ കല്യാണം അവിടെ ആയിരുന്നേ. എനിക്കങ്ങനെ ഒരാളെ അറിയത്തോലും. എടി, അത് 4-5 കൊല്ലമായി. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അന്ന് അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. ശരി മോള് പോ. ശരി എന്നാലേ. അല്ല, കുട്ടിയുടെ പേരെന്താ? ശാന്തകുമാരി.